പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ടെലികാസ്റ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ആരാധകർക്കെല്ലാം ഏറെ സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വേൾഡ് കപ്പ് ഇന്ത്യയിൽ സംരക്ഷണം ഉണ്ടാകുമോ എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ടെലികാസ്റ്റിനുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജി നെറ്റ്വർക്ക് ആയിരിക്കും വേൾഡ് കപ്പ് സംരക്ഷണം ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല വേൾഡ് കപ്പിന് വേണ്ടി മാത്രമായി അവർ പുതിയ 4 സ്പോർട്സ് ചാനലുകൾ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഫിഫ വേൾഡ് കപ്പ് 2026, ഫിഫ വേൾഡ് കപ്പ് 2030, ഫിഫ വേൾഡ് കപ്പ് 2027, ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ്, ഫിഫ അണ്ടർ-20 വുമൻസ് വേൾഡ് കപ്പ്, ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ്, ഫിഫ ഫുട്സൽ വേൾഡ് കപ്പ്, ഫിഫ ഫുട്സൽ വുമൻ വേൾഡ് കപ്പ്, ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, ഇതെല്ലാം ഈ ചാനലിലൂടെയായിരിക്കും കാണാൻ സാധിക്കുക. മാത്രമല്ല ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി മാത്രം 4 ചാനലുകളാണ് അവർ ആരംഭിക്കാനായിട്ട് പോകുന്നത്. യുണൈറ്റ് സ്പോർട്സ് 1, യുണൈറ്റ് സ്പോർട്സ് 1 HD, യുണൈറ്റ് സ്പോർട്സ് 2, യുണൈറ്റ് സ്പോർട്സ് 2 HD എന്നീ 4 ചാനലുകളാണ് അവർ ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇനി മൊബൈലിലൂടെ കാണണമെങ്കിൽ Zee5 പ്ലാറ്റ്ഫോമിലൂടെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാൻ സാധിക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പമുള്ള 17 താരങ്ങളുടെ കോൺട്രാക്റ്റാണ് അവസാനിച്ചിരിക്കുന്നത്. ISLന്റെ നിലവിലെ അനിശ്ചിതത്വം കാരണം കൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ താരങ്ങളുടെ കോൺട്രാക്റ്റ് ക്ലബിന് പുതുക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഒരുപക്ഷെ വളരെ വേഗത്തിൽ ISLന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തത ലഭിക്കുകയാണെങ്കിൽ ഈ താരങ്ങളിൽ ചിലരെ ടീമിൽ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കരാർ അവസാനിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ജയ് കുട്ടോൺഗോ, മാർലോൺ റോസ്, കെവിൻ യോക്ക്, വിക്ടർ ബർത്തമ്യു, ഫാലു, മത്തിയാസ് ഹെർണാണ്ടസ്, ഡാനിഷ് ഫറൂഖ്, ഐബൻ, സച്ചിൻ സുരേഷ്, റൗളിൻ ബോർഗസ്, സഹീഫ്, അജിസൽ, അദ്നാൻ, നിഹാൽ, ഫ്രാഞ്ചു, കരീം ബനാറിഫ്, നോവ എന്നീ താരങ്ങളുടെ കോൺട്രാക്റ്റ് എല്ലാം ഇന്നലത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെ താരങ്ങളുടെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സിന് പുതുക്കാൻ സാധിക്കുമെന്നെല്ലാം കാത്തിരുന്നു തന്നെ കാണാം. എന്തായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.